Hello everyone, welcome to today's session. So today I think we will wind up our module number 3. So നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ടൈം കളയാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ആൻ എൽ ഷേപ്പ് ബിൽഡിംഗ് ഇൻ പ്ലാൻ. ഇത് ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആൻ എൽ ഷേപ്ഡ് ബിൽഡിംഗ് ഇൻ പ്ലാൻ എക്സേർട്സ് എ പ്രഷർ ഓഫ് 75 kilonewton per meter square on the soil. Determine the vertical stress increment at a depth of 5 meter below the interior corner P. ആ പി എന്ന് പറയുന്നത് ഇൻറ്റീരിയർ കോർണറാണ്, അറിയാമല്ലോ, എക്സ്റ്റീരിയർ അല്ല നിൽക്കുന്നത്, അകത്തായിട്ടാണ് നിൽക്കുന്നത്. സോ ആ ഒരു കോർണർ പിയിലെ 5 മീറ്റർ താഴെയുള്ള അല്ലെ ഡീപ്പായിട്ടുള്ള ഒരു പോയിന്റിലെ വെർട്ടിക്കൽ സ്ട്രെസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ കണ്ടാൽ തന്നെ അറിയാം, നമ്മളിത് ഒരു ബിൽഡിങ്ങിൻ്റെ പ്ലാനാണ്. അതിനെ 3 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ഏരിയ ആണ്. സോ നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് എന്താണ്, റെക്റ്റാങ്കുലർ ഏരിയയുടെ വെർട്ടിക്കൽ സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്, അതായത് സിഗ്മ ഇസഡ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഒരു വലിയ ഇക്വേഷനാണ്, അതായത് എം എൻ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ പ്ലസ് 1, അങ്ങനെ പറഞ്ഞ ഒരു വലിയ ഇക്വേഷനാണ് നമ്മുടെ റെക്റ്റാങ്കുലർ സ്ട്രിപ്പിന്, റെക്റ്റാങ്കുലർ ഏരിയയ്ക്കുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് പകരം നമ്മൾ ന്യൂമാർക്സ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ IN എന്ന് പറഞ്ഞൊരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് ചെറുതാക്കാൻ വേണ്ടി. അതായത് ആ IN എന്ന് പറയുന്നത് ഇത് മൊത്തം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സാധനമാണ്, ഫാക്ടറാണ് IN എന്ന് പറയുന്നത്. ഇൻറ്റു ക്യൂ എന്ന് പറയുന്നത് നമ്മുടെ ലോഡ്, നമുക്ക് തരുന്ന ലോഡ് അല്ലെ പ്രഷർ. ഓക്കെ, അപ്പം ഈ IN എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ടേബിൾ തരുവാണെങ്കിൽ ടേബിളിൽ നിന്ന് നമുക്ക് എഴുതാം. എമ്മിൻ്റെ എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ ബേസ് എമ്മിനെ എന്നിനെയും ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ IN നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എമ്മും എന്നും എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ എമ്മിനും എന്നിനും ചെറിയ ഇക്വേഷൻ ഉണ്ട്. ചെറിയ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എം ഈക്വൽ ടു ബി ബൈ ഇസഡും എൻ ഈക്വൽ ടു എൽ ബൈ ഇസഡും ആണ്. ഓക്കെ, എന്താണ് ബിയും എന്താണ് എല്ലും, എന്താണ് ഇസഡ്? ഇസഡ് എന്താണെന്ന് അറിയാലോ, 5 മീറ്റർ എന്നുള്ളതാണ് ഇസഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ എം എന്ന് പറയുന്നത് എന്താണ്, അല്ലേ സോറി, ബി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ കൊടുത്തിരിക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്ത് ആണ് ബി എന്ന് പറയുന്നത്, എൽ എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ലെങ്ത് എന്ന് പറയുന്നത് എക്സ് ആക്സിലും ബി എന്ന് പറയുന്നത് വൈ ആക്സിലും എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് എം ഈക്വൽ ടു ബി ബൈ സെഡ് അല്ലേ, ബി ബൈ സെഡ്. അപ്പോൾ ഫസ്റ്റ് റെക്റ്റാങ്കിൾ ഏരിയ A1 എന്നല്ലേ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് റെക്റ്റാങ്കിൾ എടുത്താൽ അതിൻ്റെ ബി എത്ര? ബി എന്ന് പറയുന്നത് നമുക്ക് വൈ ആക്സിൽ എടുക്കാം. സോ 10 ബൈ സെഡ് എന്ന് പറയുന്നത് 5 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ എത്ര? 10 ബൈ 5, സോ 2. ഓക്കെ, അപ്പോൾ എം 2 കിട്ടി. ഇനി എന്നെ നോക്കിയാലോ, എൽ ബൈ സെഡ്, എൽ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ എത്ര? A1 എന്ന് പറയുന്നത് അതും 10 മീറ്റർ തന്നെ, കണ്ടില്ല ഇവിടെ കൊടുത്തിട്ടുണ്ട് 10 മീറ്റർ തന്നെ. 10 ബൈ 5 അതും എത്ര വരും? 2 വരും. ഓക്കെ, അപ്പം എമ്മും എന്നും 2 വന്നു കഴിഞ്ഞാൽ നമ്മുടെ റെക്റ്റാങ്കുലർ ഏരിയ വരുമ്പോൾ ഉള്ള ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻസിന് ഒരു ടേബിളുണ്ട്. ആ ടേബിളിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് എം കൊടുത്തിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ എക്സ് ആക്സിൽ പോലെ എൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ 2ഉം എന്നിൻ്റെ വാല്യൂ 2ഉം വരുന്ന കേസിലുള്ള ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് നമുക്ക് ആ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കാം. വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.2325 എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ്. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു ടേബിളുണ്ട്, അപ്പോൾ അത് എക്സാമിന് തന്നാലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അപ്പോൾ തരും. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻസിൻ്റെ ടേബിൾ, അതുപോലെ തന്നെ ഉള്ള നിങ്ങൾക്ക് റെഫർ ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റിനിൽ തന്നിരിക്കും, അല്ലെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റിനിൽ തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ നിങ്ങൾക്ക് അത് കൂടെ കൊണ്ടുപോകാൻ പറ്റും. അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനത്തെ കണക്ക് വന്നാൽ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ ടേബിൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് IN1 കിട്ടും. ആ ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ A1 എന്ന് പറയുന്ന ഏരിയ ഉള്ള റെക്റ്റാങ്കിളിൻ്റെ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള IN1 എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. സിമിലർലി എമ്മും എന്നും നമുക്ക് നെക്സ്റ്റ് റെക്റ്റാങ്കിൾ ആയിട്ടുള്ള A2ൻ്റെ കണ്ടുപിടിക്കാം. A2ൻ്റെ എം എങ്ങനെ കണ്ടുപിടിക്കും? ബി ബൈ സെഡ്, അതായത് 15 ബൈ ബി എന്ന് പറയുന്നത് താഴോട്ട് എടുക്കുന്ന ലെങ്ത്, അപ്പം 15 ബൈ ഇസഡ് എന്ന് പറഞ്ഞാൽ 5 മീറ്റർ, സോ ഇറ്റ് ഈസ് 3. എൻ എന്ന് പറയുന്നത് 10 ബൈ 5 അല്ലേ, ലെങ്ത് എന്ന് പറഞ്ഞാൽ 10 തന്നെയാണ്, സോ ബൈ 5 2 മീറ്റർ, 2 കിട്ടി. അപ്പം നമുക്ക് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് ആ ടേബിളിൽ നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് അതും കിട്ടും. സോ സിമിലർലി നമുക്ക് ഏരിയ A3യുടെയും എമ്മും എന്നും കണ്ടുപിടിക്കാം, IN3യും കണ്ടുപിടിക്കാം. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജനറൽ ഇക്വേഷൻ ഫോർ സിഗ്മ ഇസഡ് എന്ന് പറയുന്നത് Q ഇൻറ്റു IN എന്നുള്ളതാണ്. Q ഇൻറ്റു IN എന്നുള്ളതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ ഫോർ സിഗ്മ ഇസഡ്. നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ 3 ഏരിയ ഉള്ളതുകൊണ്ട്
മൂന്നും കൂടെ ആഡ് ചെയ്യുക. അതായത് QIN1 പ്ലസ് QIN2 പ്ലസ് QIN3. ക്യൂ സിമിലർ ആണ് എല്ലാ കേസിലും. ഓക്കെ, ലോഡ് മാറുന്നില്ല. അപ്പം 75 കോമൺ എടുക്കുക, ഇൻറ്റു 0.2325 പ്ലസ് 0.2378 പ്ലസ് 0.245 മൂന്നൂടെ ആഡ് ചെയ്ത് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് സിഗ്മ ഇസഡിൻ്റെ വാല്യൂ 53.65 kN/m² എന്ന് കിട്ടും. ദിസ് ഈസ് ഹൗ വെർട്ടിക്കൽ സ്ട്രെസ് ഫോർ എ റെക്ടാങ്കുലർ ഏരിയ ഈസ് ഡൺ. ഓക്കെ, so we will move on to the next question. A rectangular foundation 4 meter by 5 meter carries a uniformly distributed load of 200 kN/m². Determine the vertical stress at a point P located as shown in figure 11.8 and at a depth of 2.5 meter. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? പി എന്ന് പറയുന്നത് ഇൻറ്റീരിയർ ആയിട്ട് നിൽക്കുന്ന ഒരു പോയിൻ്റാണ്. യൂണിഫോം ആയിട്ടുള്ള ഒരു UDL ആക്ട് ചെയ്യുന്നുണ്ട് പി എന്ന പോയിന്റിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്? സിഗ്മ ഇസഡ് ഈക്വൽ ടു Q ഇൻറ്റു IN1 പ്ലസ് IN2 പ്ലസ് IN3 പ്ലസ് IN4 സിൻസ് 4 റെക്ടാങ്കിൾസ് ആർ ദെയർ. ഓക്കെ, അപ്പം ഇതും നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ ചെയ്ത പോലെ M is equal to B by Z ഉം N equal to L by Z ഉം കണ്ടുപിടിക്കുക. ഓരോ റെക്ടാങ്കിളുടെയും എല്ലും ബിയും വെച്ചിട്ട് IN1 IN2 IN3 IN4 കണ്ടുപിടിക്കുക. എല്ലാം കൂടെ ആഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക, സിഗ്മ ഇസഡ് കിട്ടും. വളരെ സിമ്പിളാണ്. The same as the previous one. Okay. So this is a T-shaped foundation and it is loaded with a uniform load of 120 kN/m². Determine the vertical stress at point P. ഓക്കെ, ഇത് ന്യൂമാർക്സ് ഇൻഫ്ലുവൻസ് ചാർട്ട് വെച്ചിട്ടാണ് നമുക്കിത് ചെയ്യേണ്ടത്. അതിന് ന്യൂമാർക്സ് ഇൻഫ്ലുവൻസ് ചാർട്ട് വേണം, ചാർട്ടില്ലാതെ ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ചാർട്ട് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അത് എക്സാമിന് ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ചാർട്ടിൽ നിന്ന് നമുക്ക് വാല്യൂ എടുത്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ഈ പ്രോബ്ലം നോക്കാം. ഇതൊരു കുറച്ച് വെറൈറ്റി പ്രോബ്ലമാണ്, ചിലപ്പം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. A rectangular loaded area 2 meter by 2.5 meter carries a load of 80 kN/m². ഓക്കെ, ഒരു റെക്ടാങ്കുലർ ലോഡഡ് ഏരിയ ഉണ്ട്, 2/2.5 മീറ്റർ ആണ്. അതിൻ്റെ ലോഡെന്ന് പറഞ്ഞാൽ ആക്ട് ചെയ്യുന്ന 80 kN/m² ആണ്. ഓക്കെ, ഡിറ്റർമൈൻ ദ വെർട്ടിക്കൽ സ്ട്രെസ് അറ്റ് പോയിന്റ് P ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദ ലോഡഡ് ഏരിയ. കണ്ടോ, അതാണ് ഇവിടുത്തെ കീ വേർഡ് എന്ന് പറയുന്നത്. ആ ലോഡിങ് ഏരിയയ്ക്ക് അകത്തല്ല പോയിന്റ് P. ഓക്കെ, സാധാരണ താണ്ട് ഇവിടെ ഈ പോയിൻ്റായിട്ടുള്ള ഇവിടെയൊക്കെ പോയിന്റ് P വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് M ഈക്വൾ ടു B by Z ഉം N ഈക്വൾ ടു L by Z ഉം വെച്ചിട്ട് നമ്മൾ ആ 4 റെക്റ്റാങ്കിളുടെ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ കണ്ടുപിടിച്ചിട്ട് Q വെച്ച് മൾട്ടിപ്ലൈ ചെയ്താണ് നമ്മൾ യൂഷ്വലി ചെയ്യാറ്, അല്ലേ? പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഈ ലോഡിങ്ങിന് പുറത്തായിട്ടാണ് നമ്മുടെ പോയിന്റ് P വന്നിരിക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പോയിന്റ് P എന്ന് പറയുന്നതിനെ എങ്ങനെയെങ്കിലും നമ്മൾ കണക്ട് ചെയ്യും, റെക്റ്റാങ്കിൾസ് വെച്ച് കണക്ട് ചെയ്തിട്ട്. അപ്പോഴും 4 റെക്റ്റാങ്കിൾസ് ഉണ്ട്. കണ്ടോ, കാണുമ്പോൾ നിങ്ങൾക്കറിയാം 4 റെക്റ്റാങ്കിൾസ് ഉണ്ട്. എന്നിട്ട് നമ്മൾ ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അപ്പം നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ പോയിന്റ് P വരെ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റെക്റ്റാങ്കിൾ എടുക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഈ ടോട്ടൽ ഫുൾ റെക്റ്റാങ്കിൾ, അതായത് AEPG എന്ന് പറയുന്ന പേരുള്ള ആ റെക്റ്റാങ്കിൾ എടുത്തു, AEPG. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ എല്ലും ഇസഡും എത്രയാണ്? എല്ലും ബിയും എത്രയാണ്? അപ്പോൾ എൽ എന്ന് പറയുന്നത് 2.5 + 1 3.5 മീറ്ററും ബി എന്ന് പറയുന്നത് 2.5 മീറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ M എന്ന് പറയുന്നത് 3.5 ബൈ ഡെപ്ത് എത്ര? 2.5. L by Z, B by Z ഉം N എന്ന് പറയുന്നത് 2.5 by 2.5. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കുക. അപ്പോൾ M N കിട്ടും. M N കറസ്പോണ്ടിങ് ആയിട്ടുള്ള IN1 കണ്ടുപിടിക്കുക. ഓക്കെ, IN1 കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി അടുത്ത റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് A2 ആണ് എടുക്കേണ്ടത്. A2 എന്ന് പറയുന്നത് എവിടെ തൊട്ട് എവിടെ വരെയാണ്? ഇത്രയാണ് A2. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ L എന്ന് പറയുന്നത് 3.5ഉം B എന്ന് പറയുന്നത് 0.5 ആണ് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഏതാണ്? A3 ആണ്.
സോറി 1 മിനിറ്റ്. ഓക്കെ, നെക്സ്റ്റ് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ A3 ആണ്. അപ്പം നമ്മൾ എത്ര എടുക്കണം? ഇത്ര എടുക്കണം. ഓക്കെ, അപ്പം L എന്ന് പറയുന്നത് 1 മീറ്ററും B എന്ന് പറയുന്നത് 2.5 മീറ്ററിനും വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എടുത്തത് ഏതായിരുന്നു? വലിയ റെക്റ്റാങ്കിൾ ആയിരുന്നു എടുത്തത്. ഇത്രയുള്ള റെക്റ്റാങ്കിൾ ആയിരുന്നു എടുത്തത്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് എത്രയും കുറയ്ക്കണം? ഇത്രയും കുറയ്ക്കണം. ഇത്രയും കുറച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ഇതും കുറച്ചു. സോ നമ്മൾ 2 തവണ A4 കുറച്ചു അല്ലേ? ഈ A4 എന്ന് പറഞ്ഞ ഏരിയ 2 തവണ കുറഞ്ഞു പോയി. ആദ്യം A2 എടുത്തപ്പോൾ ഇത്രയും എടുത്തു. ഐ വിൽ ഷോ യു വൺ മോർ ടൈം. ഫസ്റ്റ് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു അല്ലേ? ഈ റെക്റ്റാങ്കിളാണ് ഫസ്റ്റ് റെക്റ്റാങ്കിൾ. നമ്മൾ രണ്ടാമത് എടുത്ത സമയത്ത് A2 എന്ന് പറഞ്ഞ ഏരിയ ഇതെടുത്തു. മൂന്നാമതെടുത്ത റെക്റ്റാങ്കിളിൽ ഇതും എടുത്തു അല്ലേ? അപ്പോൾ ഈ ഒരു കോമൺ സ്പേസ്, ഈ ഒരു A4 എന്ന് പറഞ്ഞ സ്പേസ് എന്ന് പറയുന്നത് 2 തവണ നമ്മൾ എടുത്തു. അതായത് ഈ ടോട്ടൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയിൽ നിന്ന് നമ്മൾ സെക്കൻഡ് ഏരിയ കുറയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ് കുറയ്ക്കുന്നുണ്ട്, തേർഡ് ഏരിയയുടെ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ് കുറയ്ക്കുന്നുണ്ട്. അപ്പം ഈ ആദ്യത്തെ റെക്റ്റാങ്കിളിൽ നിന്ന് 2 തവണ A4ൻ്റെ വാല്യൂ കുറഞ്ഞു പോയി. സോ ഈ A4ൻ്റെ വാല്യൂ അല്ലെ IN4ൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഒരു വട്ടം ആഡ് ചെയ്യണം. സോ അങ്ങനെയാണ് നമ്മുടെ ഈ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, IN1 മൈനസ് IN2 മൈനസ് IN3. അപ്പോൾ 2 വട്ടം IN4 മൈനസ് ആയി പോയിട്ടുണ്ട്. സോ 1 IN4 ഷുഡ് ബി ആഡഡ് വിത്ത് ദിസ് ഇക്വേഷൻ. അങ്ങനെയാണ് ഈ ഇക്വേഷൻ ഫോമുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പം താഴോട്ട് നോക്കാം. സോ അങ്ങനെ നമ്മൾ IN4ൻ്റെ ഏരിയ A4ൻ്റെയും MONനും കണ്ടുപിടിച്ചു, ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിച്ചു. സോ നമുക്ക് എല്ലാ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ് കിട്ടി. നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിഗ്മ Z കണ്ടുപിടിക്കുക. വളരെ സിമ്പിളാണ്. ഓക്കെ, സോ നമുക്ക് അടുത്തതായിട്ട് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. സോ ഇത് നമ്മൾ യൂഷ്വലി ചെയ്യേണ്ട പോലെയല്ല ചെയ്യുന്നത്. അതായത് നമ്മൾ ഇത്രയും നേരം ഡീൽ ചെയ്ത പോലെയല്ല ഈ പ്രോബ്ലത്തെ ഡീൽ ചെയ്യുന്നത്. കാരണം ഇത് നമ്മൾ ഈക്വലൻറ്റ് പോയിന്റ് ലോഡ് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് 3 × 1.5 മീറ്റർ ആണ്. അതായത് 1.5 വിഡ്ത്തിലും 3 മീറ്റർ ലെങ്തിലും തന്നിരിക്കുന്ന ഒരു റെക്ടാങ്കുലർ ഫൗണ്ടേഷൻ്റെ ഏരിയ ആണ്. അപ്പോൾ അതിനെ ആദ്യം 9 ഈക്വൽ ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തു. വേർ ദ സൈസ് ഓഫ് ഈച്ച് റെക്ടാങ്കുലർ സ്ട്രിപ്പ് ഈസ് 1.5 × 1 മീറ്റർ. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. ആ പോയിന്റ് P എന്ന സ്ഥലത്തെ 3 മീറ്റർ താഴെയുള്ള ഒരു പോയിന്റിലെ ലോഡാണ്, P എന്ന് പറഞ്ഞ പോയിന്റിലെ ലോഡാണ് നമുക്ക്, ലോഡല്ല വെർട്ടിക്കൽ സ്ട്രെസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് യൂസിങ് ഈക്വലൻറ്റ് പോയിന്റ് ലോഡ് മെത്തേഡ്. വാട്ട് ഈസ് ഈക്വലൻറ്റ് പോയിന്റ് ലോഡ് മെത്തേഡ്? അതായത് ഓരോ സ്ട്രിപ്പിൻ്റെ അല്ലെങ്കിൽ ഓരോ റെക്ടാങ്കുലർ സെക്ഷൻ്റെയും വെർട്ടിക്കൽ സ്ട്രെസ് കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് ഈക്വലൻറ്റ് പോയിന്റ് ലോഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ എല്ലാ റെക്റ്റാങ്കിളിൻ്റെയും സെൻറ്റർ വരെയുള്ള റേഡിയൽ ഡിസ്റ്റൻസ് R എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. Z നമുക്കറിയാം 3 മീറ്റർ ആണ്, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെ അത് കണ്ടുപിടിക്കും? അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് പറയാം. അതായത് ഇപ്പം 1 എന്ന പോയിൻറ്റിൻ്റെ അല്ലെ റെക്റ്റാങ്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് P വരെയുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് പൈതഗോറസ് തിയറം വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1 + 0.5 ആണ് അല്ലേ? 1.5. ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 0.5ൻ്റെ പകുതിയാണ്, 0.25 ആണല്ലോ. ആണ്. അപ്പം ബൈ പൈതഗോറസ് തിയറം ഹൈപ്പോട്ടന്യൂസ് എങ്ങനെ കണ്ടുപിടിക്കും? 0.25 സ്ക്വയർ പ്ലസ് 1.5 സ്ക്വയർ റൂട്ട് ഓഫ് 0.25 സ്ക്വയർ പ്ലസ് 1.5 സ്ക്വയർ. അതാണ് ഈ റേഡിയൽ ഡിസ്റ്റൻസ് R എന്ന് പറയുന്നത് അല്ലേ? അപ്പം നമുക്ക് ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ടെങ്കിൽ ഈ റേഡിയൽ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? ഈ റേഡിയൽ ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ പ്ലസ് ഈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിനെ റൂട്ടിനകത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റേഡിയൽ ഡിസ്റ്റൻസ് കിട്ടും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ ഏരിയ 1 ഉള്ള റേഡിയൽ ഡിസ്റ്റൻസ് P തൊട്ടുള്ളത് നമുക്ക് കിട്ടും. ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഓരോ ഏരിയയുടെയും സെൻറ്റർ വരെയുള്ള റേഡിയൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടുപിടിക്കുക, ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ളത് കണ്ടുപിടിക്കുക, ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ളത് കണ്ടുപിടിക്കുക, ഇവിടെ നിന്ന് ഇവിടെ. അപ്പോൾ ഇത് 4 ഏകദേശം അല്ല, ഇത് 4 സെയിം ആയിരിക്കും. ഒന്നിച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ 1 തൊട്ടുള്ളതും 4 വരെ ഉള്ളതും സെയിം ആയിരിക്കും.
8 വരെ ഉള്ളതും 9 വരെ ഉള്ളതും സെയിം ആയിരിക്കും, 7 വരെ ഉള്ളത് വേറെ ആയിരിക്കും. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ റേഡിയൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ റേഡിയൽ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിരിക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല 40 kN/m² ആണ് നമ്മുടെ യൂണിഫോം ലോഡ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഓരോ സ്ട്രിപ്പിലും ആക്ട് ചെയ്യുന്ന ലോഡ് എത്ര ആയിരിക്കും? ഇതേ ഇൻറ്റു ഈ ലെങ്ത് ഇൻറ്റു ഈ ബ്രെഡ്ത്ത് ചെയ്താൽ മതി. ഓക്കെ, സോ 1 × 0.5 × 40 ചെയ്യുമ്പോൾ നമുക്ക് ഓരോ സ്ട്രിപ്പിലും അല്ലെങ്കിൽ ഓരോ റെക്റ്റാങ്കുലർ ഏരിയയിലും ആക്ട് ചെയ്യുന്ന ലോഡ് കണ്ടുപിടിക്കാം. സോ ഇറ്റ് ഈസ് 20 kN. ഓക്കെ, അപ്പോൾ അതും കിട്ടി. അപ്പം 6 കിട്ടി. അങ്ങനെയാണെങ്കിൽ R/Z ഓരോ ഏരിയയുടെ R/Z കണ്ടുപിടിക്കാം. സോ അത് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നു. ഓക്കെ, Z അറിയാമല്ലോ 3 മീറ്റർ. സോ R/Z കിട്ടി, R കിട്ടി, Z ഉണ്ട്, Q ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഓരോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പറഞ്ഞാൽ ഓരോ ലോഡഡ് ഏരിയയുടെയും സെൻറ്ററിലുള്ള പോയിന്റ് ലോഡ് അറിയാം 20 kN. ഓക്കെ, അതുപോലെ തന്നെ ഓരോ ആ പി എന്ന പോയിന്റിൽ നിന്നുള്ള R/Z എല്ലാത്തിൻ്റെയും അറിയാം, ആറും അറിയാം, ഇസഡും അറിയാം. അങ്ങനെയാണെങ്കിൽ ബോസ്നസ് ഇക്വേഷൻ വെച്ചിട്ട് പോയിന്റ് ലോഡിൻ്റെ ഫോമുല എന്താണ്? 3Q/2πz × 2πz² × 1/1 + R/Z² 5/2 ആണല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഓരോ ഏരിയയുടെയും വെർട്ടിക്കൽ സ്ട്രെസ് കണ്ടുപിടിക്കാം. അങ്ങനെ ഓരോ ഏരിയയുടെയും കണ്ടുപിടിച്ചിട്ട് അതെല്ലാം കൂടെ ആഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ടോട്ടൽ ഏരിയയുടെ വെർട്ടിക്കൽ സ്ട്രെസ് കിട്ടും. സോ ദിസ് ഈസ് വാട്ട് വി ഹാവ് ടു ഡു. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളിവിടെ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ 1-ലെടുത്താലും 4-ലെടുത്താലും ഒരേ സംഭവമാണ് വരുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്. ഇപ്പം ഞാൻ ഇവിടുന്ന് ഈ പോയിന്റിൽ നിന്ന് 1-ലോട്ട് എടുത്താലും 4-ലോട്ട് എടുത്താലും സെയിമാണ് വരുന്നത്. അപ്പം എനിക്ക് അവിടുത്തെ വെർട്ടിക്കൽ സ്ട്രെസ് 2 × അങ്ങ് എടുത്താൽ മതി. 2 × σz ആയിരിക്കും ഇവിടുത്തെ 2-ലത്തെ സ്ട്രെസ്. അതുപോലെ 2, 3, 5, 6 4-ഇടത്തും ഒരേ സ്ട്രെസ് ആയിരിക്കും. സോ 4 × σz എടുക്കാം അവിടുത്തെ. അതുപോലെ 8-ലും 9-ലും ഒന്നായിരിക്കും. സോ 2 × എടുക്കാം. അതുപോലെ 7-ലെ മാത്രം സിംഗിൾ ആയിരിക്കും, 1 × എന്ന് എടുത്താൽ മതി. സോ അതുകൊണ്ടാണ് ഇവിടെ 2, 4, 2, 1 എന്ന് വന്നിരിക്കുന്നത്. സിംപ്ലിസിറ്റിക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. സെപ്പറേറ്റ് എടുത്ത് ചെയ്താലും സെയിം ആൻസറേ വരത്തുള്ളൂ. ഓക്കെ, അത് ഇഷ്ടമുള്ള പോലെ ചെയ്യുക. കാൽക്കുലേഷൻ സിമ്പിൾ ആക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. സോ വിൽ ഗെറ്റ് 7.34 kN/m². ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈക്വലൻ പോയിന്റ് ലോഡ് മെത്തേഡിൽ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനിയും നമുക്ക് റിമൈനിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. അതായത് അത് ചെയ്യേണ്ടത് അപ്രോക്സിമേറ്റ് മെത്തേഡിലെ 2:1 ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് വെച്ചാണ് ചെയ്യേണ്ടത്. ഡിറ്റർമൈൻ ദ വെർട്ടിക്കൽ സ്ട്രെസ് അറ്റ് എ പോയിന്റ് P which is 3 meter below the ground surface and is on the center line of the embankment shown in figure and take gamma equal to 18 kN. സോറി, ഇത് ഈക്വലൻ പോയിന്റ് ലോഡ് മെത്തേഡ് ഒന്നും അല്ല, 2:1 ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ഒന്നും അല്ല. ഇത് നമ്മൾ ഇത് ട്രപ്പിസോഡൽ മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ട്രപ്പിസോഡൽ രീതിയിൽ ലോഡിങ് വരുമ്പോൾ ഉള്ള ഇക്വേഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളത് പഠിച്ചിട്ടില്ല. അത് പഠിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ റിവിഷൻ ചെയ്യുമ്പോൾ ഈ പ്രോബ്ലം വരുവാണെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ ചോദിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഇത് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം എല്ലാ ഇക്വേഷനും കൂടെ പഠിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ടെന്ന് വെച്ചിട്ട് മനഃപൂർവ്വം ഇത് കളയാണ്. വലിയ സംഭവമൊന്നുമില്ല, ചെറിയ ഇക്വേഷൻ ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ മതി, വേറെ പ്രത്യേകിച്ചും ചെയ്യാനില്ല. എന്നാലും ഇതിപ്പോൾ പഠിക്കണ്ട. ഓക്കെ, സോ ഇത്രയും മതി തൽക്കാലം. ഇത് പഠിക്കുക, ഇതൊക്കെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കുക. സോ നമുക്ക് നമ്മുടെ മോഡ്യൂൾ 3 ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കുറച്ച് വലിയൊരു മോഡ്യൂളാണ് മോഡ്യൂൾ 3 എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. എഫക്റ്റീവ് സ്ട്രെസ്സിൽ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് അതിൻ്റെയും പ്രോബ്ലംസ് പഠിച്ചിട്ടാണ് നമ്മൾ ബോസ്നസ് തിയറിയിലോട്ട് വന്നത്.
ബൊസ്നസ് തിയറിയുടെ ലിമിറ്റേഷൻസ് ഞാൻ പറയാമെന്ന് പറഞ്ഞെങ്കിലും പറയാതെ അത് വിട്ടുപോയി. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. സോ ഇത് ഞാൻ ആദ്യം സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ് ഈ ലിമിറ്റേഷൻസ്. അല്ല, പ്രോബ്ലം അല്ല, ഒരു തിയറി പാർട്ടാണ് ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ 2 മാർക്കിനോ മറ്റോ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ബോസ്നസ് തിയറിയുടെ അസംഷൻസും അതുപോലെ തന്നെ ലിമിറ്റേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോയിൽ യൂഷ്വലി കൺസിഡർ ചെയ്യുന്നത് ഇലാസ്റ്റിക് ആയിട്ടാണ്. ഓക്കെ, ഇലാസ്റ്റിക് മെറ്റീരിയൽ ആയിട്ടാണ്. പക്ഷേ അത് എപ്പോഴും അത് ഇലാസ്റ്റിക് അല്ല. അത് പ്ലാസ്റ്റിക് ആയിട്ടും ബിഹേവ് ചെയ്യാറുണ്ട്. ശരിക്കും പ്ലാസ്റ്റിക് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, പ്യുവർലി ഇലാസ്റ്റിക് നേച്ചർ അല്ല. സോ നമ്മൾ ഇലാസ്റ്റിക് ആണെന്ന് പറഞ്ഞ അസംഷനിലാണ് ബോസ്നസ് തിയറി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഓക്കെ, അപ്പം അതുകൊണ്ട് നമ്മുടെ സോയിൽ ഡസ് നോട്ട് ബിഹേവ് ആസ് എൻ ഇലാസ്റ്റിക് മെറ്റീരിയൽ. സോ അതുകൊണ്ട് ഈ സൊല്യൂഷനിൽ ചെറിയൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് വെൻ ദ സോയിൽ സ്ട്രെസ് ഡിക്രീസ് ഒക്കേഴ്സ് ഇൻ സോയിൽ ദ റിലേഷൻ ബിറ്റ്വീൻ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഈസ് നോട്ട് ലീനിയർ. അതായത് സ്ട്രെസ് കുറയുന്ന സമയത്ത്, സോയിലിനകത്ത് കുറയുന്ന സമയത്ത് സ്ട്രെസ്സിൻ്റെ സ്ട്രെയിൻ്റെ റിലേഷൻ എന്ന് പറഞ്ഞാൽ നോൺ ലീനിയർ ആണ്. ലീനിയർ ആയിട്ടല്ല പോകുന്നത്. സോ ആ സമയത്തും ഈ ബോസ്നസ് സൊല്യൂഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ പറയുന്നത് മൂന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഡീപ്പ് സാൻഡ് ഡെപ്പോസിറ്റ്സിൽ ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഡെപ്തിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ അതൊന്നും എടുക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഒക്കെ നോർമൽ ആണെന്ന് ഇൻക്രീസ് ചെയ്യുന്നതായിട്ടൊന്നും എടുക്കുന്നില്ല. അതായത് ഡീപ്പായിട്ടുള്ള കേസുകളിൽ ബോസ്നസ് സൊല്യൂഷൻ സാറ്റിസ്ഫാക്ടറി റിസൾട്ട്സ് തരുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ്. ഓക്കെ, ഡീപ്പ് സാൻഡ് ഡെപ്പോസിറ്റ്, അതായത് ഇത് ഷാലോ ആയിട്ടുള്ള ഫൗണ്ടേഷൻ്റെ തിയറീസിൽ അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷനിൽ ഇത് മെയിനായിട്ട് ആപ്ലിക്കബിൾ ആവത്തുള്ളൂ ബോസ്നസ് തിയറി. ഓക്കെ, ദ പോയിന്റ് ലോഡ്സ് അപ്ലൈഡ് ബിലോ ഗ്രൗണ്ട് സർഫസ് കോസസ് സംവട്ട് സ്മോളർ സ്ട്രെസ്സസ് ദാൻ ആർ കോസ്ഡ് ബൈ സർഫസ് ലോഡ്സ്. അതായത് സർഫസ് ലോഡി വരുന്നതിനെക്കാട്ടി ചെറിയ സ്ട്രെസ് ആയിരിക്കും നമ്മൾ ബിലോ ഗ്രൗണ്ട് സർഫസിൽ അപ്ലൈ ചെയ്യുമ്പോൾ, പോയിന്റ് ലോഡ് അപ്ലൈ ആകുമ്പോൾ ഉണ്ടാകുന്നത്. ഓക്കെ, ആൻഡ് ദെയർ ഫോർ ദ സൊല്യൂഷൻ ഈസ് നോട്ട് സ്ട്രിക്ട്ലി ആപ്ലിക്കബിൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 4 ലിമിറ്റേഷൻസ് ആണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഫസ്റ്റ് വൺ ഇലാസ്റ്റിക് അല്ല, എപ്പോഴും ഇലാസ്റ്റിക് അല്ല. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ സ്ട്രെസ്സ് കുറയുന്ന സമയത്ത് സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് നോൺ ലീനിയർ ആണ്. മൂന്നാമത്തേന്ന് പറയുന്നത് എന്താണ്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഡെപ്തിനനുസരിച്ച് പ്രൊപ്പോർഷണലായിട്ട് കൂടുന്നുണ്ട്, അതുകൊണ്ട് സാറ്റിസ്ഫാക്ടറി റിസൾട്ട് തരുന്നില്ല. നാലാമത്തേന്ന് പറയുന്നത് ഗ്രൗണ്ട് സർഫസിൽ അപ്ലൈ ചെയ്യുന്ന പോയിന്റ് ലോഡ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി സർഫസ് ലോഡിങ് വരുന്നതിനെക്കാട്ടി കുറവായിട്ടാണ് കാണപ്പെടുന്നത്. സോ സൊല്യൂഷൻ ആപ്ലിക്കബിൾ അല്ല. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ലിമിറ്റേഷനായിട്ട് നമ്മൾ പറയുന്നത്. സോ ഇതോടുകൂടി നമ്മുടെ മോഡ്യൂൾ 3 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ വി ഷാൽ സീ വിത്ത് ദ മോഡ്യൂൾ നമ്പർ 4 consolidation and compaction, okay, in the next class. Thank you.